കിളി പോയിക്കും കോഹിനൂരിനും ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയിട്ടുള്ള പുതിയ സിനിമയായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ നായകനായ ഗെറ്റ് സെറ്റ് ബേബി ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ജീവിതം കാണിക്കുന്ന ഒരു സിനിമയാണ്. IVF ക്ലിനിക്കുകൾ കൂണുപോലെ മുളയ്ക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ സിനിമയുടെ ഉദ്ദേശശുദ്ധിയെല്ലാം നല്ലതാണെങ്കിലും എവിടെയൊക്കെയോ വിക്കി ഡോണറിനെ അനുസ്മരിപ്പിക്കുന്ന പൊടുന്നനെ സ്ക്രിപ്റ്റിന്റെ സ്വഭാവം മാറുന്ന ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ട്രാൻസിഷനുകളുള്ള ഈ സിനിമയെ ഫീൽ ഗുഡ് സോൺ ക്രാക്ക് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. ഡോക്ടർ അർജുനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. പുള്ളി പഠിച്ച ബാച്ചിലെ ഒരേ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ആള്. കരിയറിന്റെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും വളരെ വൈകാതെ തന്നെ ക്രാഡിൽ ഓഫ് ഡ്രീംസ് എന്ന പേരിൽ ഒരു ആശുപത്രി തുടങ്ങാൻ അർജുന് സാധിക്കുന്നു. ആ ഹോസ്പിറ്റൽ തുടങ്ങിയതിന് ശേഷം അർജുന്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അർജുൻ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് സിനിമയുടെ കോർ സ്റ്റോറി ആരംഭിക്കുന്നത്. സോ അതുവരെയുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന തരം കോമഡികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അർജുൻ ജോലി ആരംഭിക്കുന്ന ഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഫീൽ ഗുഡ് ഫാക്ടർ നമുക്ക് കുറച്ചു നേരം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അർജുൻ ആദ്യമായി ഒരു പേഷ്യൻറ്റിനോട് ഞാൻ നോക്കാൻ പോവുകയാണ്, ഈ നേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടാണ് സീനുകൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അർജുൻ്റെ കരിയർ ഗ്രോത്ത് കാണിക്കുന്നത് വളരെ സ്പീഡിലാണ്. അർജുൻ ഒരു വ്യക്തി എന്ന നിലയിലും ആ ഭാഗത്ത് വല്ലാതെ മാറുന്നുണ്ട്. സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഏതാണ്ട് പകുതി ഭാഗത്ത് എത്തുമ്പോൾ നമ്മളോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സിനിമ ആകപ്പാടെ കുഴഞ്ഞു മറയുന്നുണ്ട്. അർജുൻ്റെ പ്രൊഫഷണൽ ഗ്രീഡ് കാണിക്കണോ പേഴ്സണൽ ഈഗോ ഫോക്കസ് ചെയ്യണോ എന്ന് തിരക്കഥയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. വളരെ വാം ആൻഡ് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ സിനിമ നിലനിർത്താനാണ് വിനയ് ഗോവിന്ദ് ആഗ്രഹിക്കുന്നത്. എക്സോട്ടിക് ആയിട്ടുള്ള ലൊക്കേഷനുകളും ഫ്രെയിമുകളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങും കോസ്റ്റ്യൂം ആണെങ്കിലും ചുമരുകളാണെങ്കിലും കൊടുത്തിട്ടുള്ള നിറങ്ങളും എല്ലാം ആ ഒരു ഇൻറ്റൻഷനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ സിനിമയുടെ എഴുത്തിന് അതിനെ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. തുടക്കത്തിൽ ഒരു സാധാരണക്കാരൻ നല്ല ഡോക്ടറാകാൻ ശ്രമിക്കുന്ന കഥ എന്നതുപോലെ പോകുന്ന സിനിമ അയാളും സീനിയറും തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുമെന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. പിന്നീട് പെട്ടെന്നുള്ള നായകന്റെ സാമ്പത്തിക വളർച്ചയും പണത്തോടുള്ള ആർത്തിയും ഒക്കെ കാണിക്കും. ആ ഒരു കാര്യത്തിൽ പടം ഒന്ന് സെറ്റിലാകും എന്ന് വിചാരിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ആംഗിൾ കയറി വരും. ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് അടുത്തതിലേക്ക് ചാടി പോകുന്ന തിരക്കഥ നമുക്ക് കഥാപാത്രത്തിനെ ഒന്നും മനസ്സിലാക്കാനുള്ള സ്പേസ് തരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഘട്ടത്തിൽ വല്ലാതെ ലോ ആകുമ്പോൾ അയാളോട് നമുക്ക് അത്ര എമ്പതി തോന്നുന്നില്ല. മലയാളം ഉച്ചാരണം ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഇന്നും സ്വല്പം കുഴപ്പമുള്ള ഒരു സംഭവമായിരുന്നു. ആ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ണിയുടെ അഭിനയത്തെ ബാധിക്കുന്നുണ്ട്. കോമഡി സീനുകളിലും ദേഷ്യം വരുമ്പോഴും അർജുൻ എന്ന കഥാപാത്രം വളരെ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഉച്ചാരണം വ്യക്തമാകാത്തതും ചില സ്ഥലങ്ങളിൽ ഉച്ചാരണം വ്യക്തമാക്കാൻ വേണ്ടി ഉണ്ണി കഷ്ടപ്പെടുന്നതും ഡയലോഗ് ഡെലിവറിയെ ബാധിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അർജുൻ എന്ന കഥാപാത്രത്തിൻ്റെ ജോലിയിലെ ആദ്യ നാളുകൾ കാണിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ചില രംഗങ്ങളിൽ ഉണ്ണിയുടെ പെർഫോമൻസിന് ഒരു ഗ്രേസ് ഉണ്ട്. നിഖില വിമൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വളരെ ഓൾഡ് സ്കൂൾ പൈങ്കിളി ഐറ്റം ആയിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ നിഖിലയ്ക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗത്തെ ഹ്യൂമറും ആ കഥാപാത്രം ബ്രേക്ക് ഡൗൺ ആകുന്ന ഭാഗങ്ങളിലും നിഖില നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സുരഭി ലക്ഷ്മിക്കും സുധീഷിനും ഈ സിനിമയിൽ പ്രാധാന്യമുള്ള 2 കഥാപാത്രങ്ങൾ ലഭിച്ചു. സ്ഥിരം കോമഡി ക്യാരക്ടർ അല്ലാത്ത ഒരു റോളിൽ ഗംഗാമീരയെ കാണാൻ സാധിച്ചു. പുണ്യ എലിസബത്ത്, ഫറാ ഷിബ്ല, ദിനേശ് പ്രഭാകർ, ജോണി ആന്റണി, ചെമ്പൻ വിനോദ്, മുത്തുമണി, ശ്യാം മോഹൻ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. രണ്ടാം പകുതിയിൽ വരുന്ന റിലേഷൻഷിപ്പ് ആംഗിൾ സത്യം പറഞ്ഞാൽ ഗെറ്റ് സെറ്റ് ബേബിക്ക് നല്ല ഒരു സ്കോപ്പുള്ള ഏരിയ ആയിരുന്നു. പ്രഗ്നൻസിയും റിലേഷൻഷിപ്പും ഒക്കെ എങ്ങനെ ഇമോഷണലി ഇന്റർകണക്റ്റഡ് ആയിരുന്നു എന്ന് കാണിക്കാൻ നല്ലൊരു അവസരമായിരുന്നു. നായകൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് വിക്കി ഡോണറിന്റെ വേറെ ഒരു വേർഷൻ ആകാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. എന്നാൽ അനൂപ് രവീന്ദ്രനും YV രാജേഷും എഴുതിയിട്ടുള്ള തിരക്കഥ ഒരുപാട് കാര്യങ്ങളെ സൂപ്പർഫിഷ്യൽ ലെവലിൽ മാത്രം എക്സ്പ്ലോർ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നായകന് വേണ്ടി ഇമോഷണലി റൂട്ട് ചെയ്യാൻ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാണ്. വളരെ ഫിൽമി ആയിട്ടുള്ള ചില മൊമെന്റുകളിൽ നായകൻ ഓവർ റിയാക്ട് ചെയ്യുന്നതും എടുത്തു ചാടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും കാണുമ്പോൾ ഇയാൾ എങ്ങനെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റ് ആയി എന്ന് വരെ തോന്നിപ്പോകും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്